പുതിയ തരം റെസിപ്പികളുടെ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഷവർമയുടെ ടേസ്റ്റിൽ തന്നെ നല്ലൊരു അടിപൊളി സ്റ്റഫ്ഡ് ബട്ടൂരിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നമുക്ക് ഷവർമയുടെ അതേ രുചിയിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി കിട്ടണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ ഷവർമ ഉണ്ടാക്കുന്ന അത്ര ഒന്നും പണിയൊന്നുമില്ല. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് മൈദ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പൊ നമുക്ക് ഇതൊരു മൂടി വെച്ച് അടച്ചു വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്സിനേക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസ് ഓണിയൻ എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തത്. അതേപോലെ തന്നെ 1/2 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് കാബേജ്, 1/2 കപ്പ് കുക്കുംബർ, അതേപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ട് അടിച്ചെടുത്ത ചിക്കൻ ആയാലും മതി. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂണെങ്കിലും ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഷവർമയിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യത്തിന് ഗാർലിക് പേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ കൂടി ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതൊന്നും കൂടി കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് 2ആയി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നേർപകുതിയാക്കി 2ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വലുതാക്കി ഒന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായി പോവരുത്, അത്യാവശ്യം ഒരു പൂരിയുടെ കട്ടിയിൽ തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കണം. ഞാനിവിടെ വലുതാക്കി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ടീസ്പൂൺ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് കൂടി പോകാൻ പാടില്ല. നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത് പുറത്തേക്ക് വരും. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഷവർമയിലൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്കിതിൽ ചേർക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ 2 പാർട്ടാക്കി വെച്ചിരിക്കുന്ന പൊടി പരത്തിയത് ഒന്ന് ഇതിന്റെ മേൽഭാഗത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്ലാസ് വെച്ച് നന്നായി ഒന്ന് മുറിച്ചെടുക്കാം. നല്ല സിമ്പിൾ ആയിട്ട് എത്ര പെട്ടെന്നാ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ കഴിയുന്നത് നോക്കൂ. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ബാക്കിയുള്ള പൊടി വെച്ച് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതേപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ചധികം വെച്ചത് കൊണ്ട് എൻ്റെ ഒരു സ്നാക്ക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് മാത്രം ഫില്ലിങ് വെക്കുക. അപ്പോൾ അധികം ഗോൾഡൻ കളർ ആവാൻ നിൽക്കണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഷവർമയുടെ അതേ ടേസ്റ്റിലുള്ള അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ റെസിപ്പികളും വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.